നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിനിൽ ഒബ്ജക്റ്റീവ് മോഡലിൽ, അതായത് MCQ മോഡലിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് ഡയമണ്ട് ഹാസ് ബീൻ അൺഎർത്ത് ഇൻ വിച്ച് നേഷൻ? ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ വജ്രം ഏത് രാജ്യത്ത് നിന്നാണ് അൺഎർത്ത് ചെയ്തത്? ഉത്തരം ബോട്സ്വാനയാണ്. ബോട്സ്വാന. രണ്ടാമത്തെ ചോദ്യം, വിച്ച് നേഷൻ ഹാസ് ടോപ്ഡ് ദ വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് ഇൻഡെക്സ് 2021? 2021 വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ്. മൂന്നാമത്തെ ചോദ്യം, ഈ വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്ക് എത്ര എന്നാണ്? 43rd ആണ് ഇന്ത്യയുടെ സ്ഥാനം. ഫസ്റ്റ് സ്വിറ്റ്സർലൻഡ് ആണ് വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. കെന്നത്ത് കൗണ്ട, who passed away recently, was the first democratically elected president of which nation? അപ്പൊ കെന്നത്ത് കൗണ്ട, അടുത്തിടെ അന്തരിച്ച കെന്നത്ത് കൗണ്ട ഏത് നേഷന്റെ, ഏത് രാജ്യത്തിന്റെ ജനാധിപത്യപരമായിട്ട് ആദ്യമായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നു? സാംബിയയാണ്. സാംബിയ. അഞ്ചാമത്തെ ചോദ്യം, ട്വിറ്റർ ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് സേഫ് ഹാർബർ ഇമ്മ്യൂണിറ്റി ഇൻ വിച്ച് നേഷൻ ഓവർ ഇറ്റ്സ് ഫെയിലിയർ ഓഫ് അപ്പോയിന്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ് as required by the new IT rules? പുതിയ IT റൂൾസ് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ നിയമിക്കുന്നതിൽ ഒരു തോൽവി സംഭവിച്ചു ട്വിറ്ററിന്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഏത് രാജ്യത്ത് നിന്നാണ് അതിനൊരു സേഫ് ഹാർബർ ഇമ്മ്യൂണിറ്റി ലോസ് ആയത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പം ഇന്ത്യയിൽ ട്വിറ്ററിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞിടയ്ക്കെല്ലാം ഇതിങ്ങനെ നിൽക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഇന്ത്യയിലാണ് ഇത് സംഭവിച്ചത്. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ന്യൂ GST റേറ്റ് ഫോർ COVID-19 ടെസ്റ്റിംഗ് കിറ്റ്സ്, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ ആൻഡ് വെന്റിലേറ്റർ? എത്രയാണ്? 5% ആണ്. 5% ആണ് GST റേറ്റ് വരുന്നത് COVID-19 ടെസ്റ്റിംഗ് കിറ്റ്സിനും അതുപോലെ മെഡിക്കൽ ഗ്രേഡ് ഓക്സിജനും വെന്റിലേറ്ററിനും എല്ലാം പുതിയ GST റേറ്റ് 5% ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉടനടി സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ബാച്ച് കോഴ്സുകളെ പറ്റി പറയാം. LDC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 70 days ബാച്ച് കോഴ്സ് September 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമിയിൽ ഓൾറെഡി ഉള്ള കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഈ സമയത്ത് വാങ്ങുന്ന എല്ലാ കോഴ്സുകളും കൂടി ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളെല്ലാം വാങ്ങാവുന്നതാണ്. കൂടാതെ 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് September 9 ഒരു 100 days ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പുതിയ സിലബസിനെ പറ്റി വളരെ ധാരണയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. കൂടാതെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പേപ്പർ 1 വേണ്ടിയിട്ട് September 2 ഒരു 100 days ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 80 days ബാച്ച് കോഴ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ അൺഅക്കാഡമിയിൽ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. 26th സെപ്റ്റംബറിനും 19th സെപ്റ്റംബറിനും LDC മെയിൻസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് September 12 ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, 2 മണിക്കാണ്. കൂടാതെ ഫ്രൈഡേസിൽ, സെപ്റ്റംബർ മാസത്തിൽ ഫ്രൈഡേസിൽ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 10 മണിക്കാണ്. എല്ലാം കയറി ആക്സസ് ചെയ്യുക. ഓക്കെ. ഏഴാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ബുക്സ് വൺ ദ പുലിറ്റ്സർ പ്രൈസ് 2021 ഇൻ ഫിക്ഷൻ കാറ്റഗറി? ഫിക്ഷൻ കാറ്റഗറിയിൽ 2021 പുലിറ്റ്സർ പ്രൈസ് ലഭിച്ച ബുക്ക് താഴെ പറയുന്നവയിൽ ഏതാണ്? ദ നൈറ്റ് വാച്ച്മാൻ ആണ് ലഭിച്ചത്. ദ നൈറ്റ് വാച്ച്മാൻ. Who has become the first man to win all 4 major Grand Slam twice? അപ്പോൾ മേജർ ഗ്രാൻഡ് സ്ലാംസ് എല്ലാം 2 പ്രാവശ്യം നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? നൊവാക് ദോക്കോവിക് ആണ്. നൊവാക് ദോക്കോവിച്ചിനാണ് ഈ
4 ഗ്രാൻഡ് സ്ലാമും 2 തവണ ലഭിച്ചത്. 9ാമത്തെ ചോദ്യം, വിച്ച് ടീംസ് സ്റ്റാർ ഫുട്ബോളർ കൊളാപ്സ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ യൂറോ കപ്പ് മാച്ച് ഓൺ ജൂൺ 12, 2021? ഡെൻമാർക്ക്. അപ്പോ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞിട്ട് ഡെൻമാർക്കിന്റെ താരം യൂറോ കപ്പില് കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം യൂറോ കപ്പും കോപ്പ അമേരിക്കയും തമ്മിൽ ചോദിക്കുന്ന 10 ചോദ്യങ്ങൾ 20 ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ചോദ്യം ഞാൻ വിശദീകരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഡെൻമാർക്കിന്റെ ഫുട്ബോൾ താരമാണ് വീണത്, കുഴഞ്ഞു വീണത്. ഓക്കെ, യൂറോ കപ്പില്. 10ാമത്തെ ചോദ്യം, സിയോണ ചാന, ഹെഡ് ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫാമിലി, passed away recently, was a resident of which state? സിയോണ ചാന മിസോറാം ആണ്, മിസോറാം. Who among the following billionaires is planning to travel to space in July 2021? ജെഫ് ബിസോസ് ആണ്, ജെഫ് ബിസോസ്. Which nation has become the first country to make Bitcoin legal tender? അപ്പോൾ ബിറ്റ്കോയിൻ ലീഗൽ ടെൻഡർ ആക്കാൻ വേണ്ടി തീരുമാനിച്ച ആദ്യത്തെ കൺട്രി ഏതാണ്? എൽ സാൽവദോർ ആണ്, എൽ സാൽവദോർ. Who has taken charge as the new chairman of National Human Rights Commission? ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർമാനായിട്ട് സ്ഥാനമേറ്റത് ആരാണ്? അരുൺകുമാർ മിശ്രയാണ്, അരുൺകുമാർ മിശ്ര. Who has become the world's fastest woman to scale Mount Everest? Who has become the world's fastest woman to scale Mount Everest? ആരാണ്? സാങ് ഇൻ ഹങ് ആണ്, സാങ് ഇൻ ഹങ്. 15. Which nation has allowed couples to have 3 children, ending its 2-child policy? അപ്പോൾ 2 കുട്ടികൾ എന്നുള്ളൊരു പോളിസി നിർത്തലാക്കിയിട്ട് 3 കുട്ടികൾ വരെ ആകാം എന്ന് അലൗ ചെയ്ത നേഷൻ ഏതാണ്? ചൈനയാണ്, ചൈന. WHO has given what names to the COVID-19 variants first found in India? ഏതാണ്? കപ്പ ആൻഡ് ഡെൽറ്റ, കപ്പ ആൻഡ് ഡെൽറ്റ എന്നാണ് ഇന്ത്യയിൽ കണ്ടെത്തിയ COVID-19 വകഭേദത്തിന് WHO നൽകിയ പേര്. അടുത്ത ചോദ്യം, which state government has announced a COVID-free village contest with an award of 50 lakhs for the winner? അപ്പോൾ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കോവിഡ് ഫ്രീ വില്ലേജ് എന്നൊരു കോntest വെച്ചത്? അതിന്റെ വിന്നർക്ക് 50 ലക്ഷം രൂപയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. മഹാരാഷ്ട്രയാണ്, മഹാരാഷ്ട്ര. Who has been appointed as the new CBI director? പുതിയ CBI ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ആയത് സുബോധ് ജൽസ്വാൾ ആണ്, സുബോധ് ജൽസ്വാൾ. അടുത്ത ചോദ്യം, മൗണ്ട് നൈൽഡ്ര ഗോംഗോ ഇറപ്റ്റഡ് ആഫ്റ്റർ ഓൾമോസ്റ്റ് 2 decades on May 22, 2021. The active volcano is located in which nation? നൈൽഡ്ര ഗോംഗോ എന്ന വോൾക്കാനോ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. എവിടെയാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. 20ാമത്തെ ചോദ്യം, ഹു ഹാസ് ബീൻ കോൺഫേർഡ് വിത്ത് എനർജി ഫ്രോണ്ടിയർ അവാർഡ് 2020? 2020 എനർജി ഫ്രോണ്ടിയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? CNR റാവുവിനാണ്, CNR റാവു. വിച്ച് നേഷൻ റീസെന്റ് ഓണേർഡ് നോബൽ ലോറേറ്റ് അമർത്യ സെൻ വിത്ത് ഇറ്റ്സ് ടോപ്പ് അവാർഡ് ഇൻ സോഷ്യൽ സയൻസസ്? സ്പെയിൻ ആണ്, സ്പെയിൻ. Which country has become the second one in the world to send a rover to Mars? മാർസിലേക്ക് റോവർ അയക്കുന്ന 2ാമത്തെ രാജ്യം ഏതാണ്? ചൈനയാണ്, ചൈന. What is the name of the world's first artificial intelligent ship? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഷിപ്പിന് നൽകിയ പേര് എന്താണ്? മെയ്ഫ്ലവർ 400, മെയ്ഫ്ലവർ 400 എന്നതാണ്. What is the name of China's first Mars rover? ചൈനയുടെ ആദ്യത്തെ മാർസ് റോവറിന്റെ പേര് എന്താണ്? സുറോങ് എന്നാണ്, സുറോങ്. അവസാനത്തെ ചോദ്യം, ജസ്റ്റിസ് രാജേഷ് ബിന്ദാൽ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് വിച്ച് ഹൈക്കോർട്ട്? ജസ്റ്റിസ് രാജേഷ് ബിന്ദാൽ ഏത് ഹൈക്കോർട്ടിന്റെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് അപ്പോയിന്റഡ് ആയത്? കൽക്കട്ട, കൽക്കട്ടയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് രാജേഷ് ബിന്ദാൽ. അപ്പോൾ 25 ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.